1201 ആണ്ട് മകരമാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 15/1/2026 മുതൽ 12/2/2026 വരെയുള്ള ഒരു മാസത്തെ പ്രവചനങ്ങളാണ്. മിഥുനക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂറ്. പല രീതിയിലും ധനനേട്ടങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. ശത്രുക്കളുടെ ശല്യം കുറയാം. പല രോഗങ്ങളും ഭേദമാകും. എന്തെങ്കിലും രോഗത്തിലാൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറവ് കിട്ടും, ശാന്തി ലഭിക്കും. വീടിന് വേണ്ട ഉപകരണങ്ങളെല്ലാം വാങ്ങാൻ സാധിക്കും. ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കും. പല ധർമ്മപരമായ കാര്യങ്ങളിലും പങ്കെടുക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് ആത്മവിശ്വാസവും ധൈര്യവും ലഭിക്കുന്നതാണ്. ഈശ്വരാധീനം ഉണ്ടാകാം. ശ്രമിച്ചാൽ വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഇതിൽ ഗ്രഹങ്ങളൊക്കെ കുറച്ചൊരു മോശം രാശിയിൽ നിൽക്കുന്നതിനാൽ അതിനായിട്ടുള്ള ദോഷഫലങ്ങളും പറയാം. ദാമ്പത്യത്തിൽ ചില വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലഹങ്ങളൊക്കെ ഉണ്ടാകാം ദമ്പതിമാർ തമ്മിൽ. പിന്നെ അലച്ചിൽ ഉണ്ടാകാം. ആവശ്യമില്ലാത്ത യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരാം. അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ ധനനഷ്ടം വരുന്നതിന് സാധ്യതയുണ്ട്. അപവാദം, മാനഹാനി ഇവ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വിദേശ രാജ്യം സന്ദർശിക്കുവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വിദൂര സംസ്ഥാനങ്ങളിലേക്ക് പോകാനും സാധ്യത കാണുന്നുണ്ട്. കൂട്ടു ബിസിനസ്സിൽ തോൽവി വരാം. കൂട്ട് പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ തോൽവി വരേണ്ട സാധ്യത കാണുന്നുണ്ട്. വിവാഹത്തിന് ശ്രമിക്കാം, പക്ഷെ അതിന് നിങ്ങളുടേതായിട്ടുള്ള തടസ്സങ്ങളുണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും രീതിയിൽ പുതിയ സംരംഭങ്ങൾ നിങ്ങൾ ഇപ്പം തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. തീർത്ഥാടനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ബന്ധുജന വിരോധം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മകയിരം നക്ഷത്രക്കാർക്ക് ഈ മാസത്തെ ഓരോ നക്ഷത്രങ്ങളുടെയും വയസ്സ് വെച്ചിട്ട് വേർതിരിച്ചാണ് പറയുന്നത്. ആദ്യം മകയിര നക്ഷത്രക്കാർക്കാണ്. 18 വയസ്സ് വരെയുള്ള മകയിര നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലുമോ ഉറ്റ ബന്ധു വേണ്ടപ്പെട്ടവർ മരണമോ അല്ലെങ്കിൽ കോമ സ്റ്റേജിലോ പോകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം, പ്രതീക്ഷിച്ചതിലും ഉയർന്ന ഒരു തൊഴിലും അവർക്ക് ലഭ്യമാകാം. നല്ല വിദ്യാഭ്യാസം ലഭിക്കാം, അതുപോലെ തന്നെ നല്ല തൊഴിലും അവർക്ക് ലഭിക്കാം. വിവാഹം കഴിക്കാൻ സാധിക്കും. സന്താന ഭാഗ്യം ഉണ്ടാകും. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സന്ദർഭം വരാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടത് വരാം. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരാം. അന്യദേശവാസം ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന മനസ്സമാധാനം അവർക്ക് ലഭിക്കാം. ബുദ്ധി നേർവഴിയിലാകും. ശാരീരിക അസുഖങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും വലിയ പ്രശ്നം ആകുന്നില്ല. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് തക്ക സമയത്ത് വൈദ്യസഹായം ലഭിക്കുകയാൽ അതും മാറിക്കിട്ടും. അടുത്ത തിരുവാതിര നക്ഷത്രക്കാരുടെയാണ്. 12 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള പക്വത ഇല്ലാതെ വരാം. മരണതുല്യമായ ആപത്തുകൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നല്ല വസ്ത്രങ്ങൾ ഇല്ലാതെ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. 12 മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അല്പാൽപമായി ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറി പുരോഗതിയിലേക്ക് വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ദുഃഖവും ദാരിദ്ര്യവും എല്ലാം മാറിക്കിട്ടും. അവർക്ക് മികച്ച ധനവും വിദ്യാഭ്യാസവും മാന്യമായ ഒരു തൊഴിലും അവർക്ക് ലഭിക്കും. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഉള്ളവർക്ക് അസൂയാലുക്കളായ ആൾക്കാർ അപവാദം പറഞ്ഞു വരുത്തും. അതുപോലെ മിത്രങ്ങളുമായി വൈരാഗ്യം വരുന്നതിന് സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ വരാം. പുരുഷന് അന്യ സ്ത്രീകൾ നിമിത്തവും സ്ത്രീക്ക് അന്യപുരുഷന്മാർ നിമിത്തവും അപമാനം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഉള്ളവർക്ക് ധനവരവ് ധാരാളമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ നടന്നു പോകും. ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നടക്കാം. പ്രമേഹം ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. പ്രമേഹ രോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് മക്കൾക്കും പേരക്കുട്ടികൾക്കും അസുഖങ്ങൾ വരാം. വസ്തുവകകൾ സംബന്ധിച്ച് കേസുകൾ, തർക്കങ്ങളൊക്കെ വരുന്നതിനൊരു സാധ്യതയുണ്ട്. നിങ്ങളെ ബലമായി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി വസ്തുവകകൾ അവർ കൈവശപ്പെടുത്താൻ ശ്രമിക്കാം. അതിനാൽ ഈ പ്രായത്തിൽ
വസ്തുവകകൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ പോലീസ് സഹായം അല്ലെങ്കിൽ വക്കീലിൻ്റെ സഹായമോ പ്രൈവറ്റ് സെക്യൂരിറ്റി സഹായമോ നിങ്ങൾ തേടേണ്ടതാണ്. 71 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവർക്ക് മുമ്പ് അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും മാറി സുഖവും മനസമാധാനവും ലഭിക്കാം. ചില സർജറികൾ വേണ്ടി വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അസ്ഥി സംബന്ധിക്കുന്ന സർജറിയാണ്. അടുത്ത പുണർന്ന നക്ഷത്രക്കാരുടെയാണ് ഫലങ്ങൾ. 9 വയസ്സ് വരെയുള്ള പുണർന്ന നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കാൻ സാധിക്കും. സന്തോഷകരമായ പലതും നടക്കാം. ആരോഗ്യവും സമ്പത്തും ലഭിക്കും. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായത്തിനില്ലല്ലോ എന്നൊരവസ്ഥ വരാം. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതി, ജയിൽവാസം എന്നിവയൊക്കെ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകാനും സാധ്യതയുണ്ട്. വിദ്യാതടസ്സം വരാനും സാധ്യതയുണ്ട്. തൊഴിൽ ലഭിച്ചാൽ തന്നെ ആ തൊഴിൽ വേണ്ട എന്നൊരിക്കലും വയ്ക്കരുത്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് വിവാഹം നടക്കാം, ധനസമൃദ്ധി ഉണ്ടാകാം, ആഗ്രഹിക്കുന്നത് നടക്കാം. ചില രോഗങ്ങൾ വരുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വലിയ രോഗങ്ങളൊന്നുമല്ല. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരാം. ധനനാശം വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വന്നിട്ട് ഒരു ഇത്തിരി അത് സീരിയസ് ആകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും നാൾ അനുഭവിച്ച ദുരിതങ്ങൾക്കും രോഗങ്ങൾക്കും എല്ലാം പൂർണ്ണമായി ശാന്തി ലഭിച്ച് അവർക്ക് നല്ല രീതിയിൽ സന്തോഷമായി ജീവിക്കുന്നതിനും പുതിയ വാഹനങ്ങൾ, പുതിയ വീട് എന്നിവ വാങ്ങുന്നതിനും സാധിക്കുന്നു. 72 വയസ്സിന് മുകളിലോട്ട് ഉള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ധനം വരുന്നത് കുറവ് ആവാം. കുറച്ച് ധനം വരണ ഇത് കുറയാം, മുമ്പത്തേന്നും കുറയാം. ചില രോഗങ്ങൾ വന്നേക്കാം. വീഴ്ച വരാതെ ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ ഒടിയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മകരമാസത്തിൽ എല്ലാവിധ സുഖസമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.